ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇത് കർക്കിടക മാസമാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക്കഞ്ഞിയാണ്. കർക്കിടക മാസത്തിലെ തണുപ്പ് സമയത്ത് രോഗപ്രതിരോധത്തിന് വേണ്ടിയാണ് ഔഷധക്കഞ്ഞി നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ശാന്തിഗിരിയുടെ കർക്കിടക്കഞ്ഞി കിറ്റ് യൂസ് ചെയ്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അതിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നവരാരി, സൂചി ഗോതമ്പ്, ചെറുപയർ, ഉലുവയും പിന്നെ ഒരു മസാലയുടെ മിക്സുമാണ്. അത് കൂടാതെ നമുക്ക് ആവശ്യമുള്ളത് നെയ്യും ശർക്കരയും കുറച്ച് ഉപ്പും തേങ്ങാപ്പാലുമാണ്. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും 2-ാം പാലും വേണം. മസാലയുടെ മിക്സിലുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു പാൻ എടുക്കാം. അതിലൊരു കപ്പ് വെള്ളം ചേർക്കാം. അതിലേക്ക് നമ്മുടെ അരിയും ഉലുവയും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കാം. അത് വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഞവരരിയും ഉലുവയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൂചി ഗോതമ്പും ചെറുപയറും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അത് പകുതി വേവായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അരിച്ചിട്ട് വേണം അത് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കഞ്ഞി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങയുടെ 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കഞ്ഞി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി വറവിട്ടിട്ട് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കഞ്ഞിയാണിത്. അപ്പം ഒരു മിനിമം 7 ദിവസമെങ്കിലും നിങ്ങളിത് കഴിക്കണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.